ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴേ നമ്മൾ മലയാളം പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ അവനവിടെ പോയിട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ അവൻ പോകേണ്ടതായിരുന്നു എന്നൊക്കെ പറയാറില്ലേ. പക്ഷേ അത് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പം, സംഭാഷണങ്ങൾ ഉൾപ്പെടുത്തുമ്പം അത് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് പെട്ടെന്ന് സംസാരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഫ്രം ഇംഗ്ലീഷ് വിത്ത് അസി. പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഴുതുമ്പം പേന തെളിയുന്നില്ല, മിക്കവാറും മഷി തീർന്നു കാണുമായിരിക്കും, അല്ലെങ്കിൽ അവളെ ഇന്ന് അവിടെ കണ്ടില്ലല്ലോ, അവൾ പള്ളിയിൽ പോയതായിരിക്കാം, ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ. അതായത് ചില കാര്യങ്ങൾ നമുക്ക് സംശയമുണ്ടെങ്കിലും അതിൽ 90% ഉറപ്പാണ്. ആ രീതിയിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അതായത് സാഹചര്യത്തിൻ്റെ തെളിവുകളിൽ ഊന്നിക്കൊണ്ട് ഒരു സംഭവം നടന്ന് കാണുമെന്ന് നമ്മൾ യുക്തിപരമായിട്ട് അങ്ങ് തീരുമാനിക്കുകയാണ്. അത് എൻ്റെ പുസ്തകം കാണുന്നില്ല, അവളെൻ്റെ പുസ്തകം എടുത്തിരിക്കാം, അപ്പം എടുത്തിട്ടുണ്ടാകണം, അത് എടുത്തിട്ടുണ്ടായിരിക്കും എന്നൊരു പ്രതീതി അത് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ മസ്റ്റ് ഹാവ് പ്ലസ് V3 ഫോം യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പം പറയാണ്, അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം, അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം. ഈ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതിന്, അല്ലെങ്കിൽ മിക്കവാറും പോയിട്ടുണ്ടായിരിക്കണം എന്നതിന് മസ്റ്റ് ഹാവ് ഗോണാണ്. മസ്റ്റ് ഹാവ് ഗോൺ, ഗോയാണല്ലോ പോകുക. മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം എന്നതിന് മസ്റ്റ് ഹാവ് ഗോൺ. എന്നാൽ അവൻ ഹി, അവിടെ ദെയർ, അപ്പം ഹി മസ്റ്റ് ഹാവ് ഗോൺ ദെയർ. അവൻ അവിടെ പോയിട്ടുണ്ടായിരിക്കണം. ഇത് നന്നായിട്ട് മനസ്സിൽ വെച്ചേക്കുക. ഇപ്പം നമുക്കറിയാം, ആക്ഷൻ വെർബുകളൊക്കെ നമുക്കറിയാം. അതായത് ഗോ, കം, ഈറ്റ്, ഡ്രിങ്ക്, ഇതെല്ലാം അറിയാം. അപ്പോൾ ആ വെർബുകൾ മാത്രം മനസ്സിലാക്കി വെച്ചിട്ട് അതിൻ്റെ V3 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഗോയുടെ ഗോണാണ്, ഈറ്റിൻ്റെ ഈറ്റനാണ്, ഹെൽപ്പാണെങ്കിൽ ഹെൽപ്റ്റാണ്. അപ്പം ഇതിൻ്റെ കൂടെ സബ്ജക്റ്റും നമുക്ക് ലാസ്റ്റ് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് മാത്രം ചേർത്താൽ മതി. അപ്പം അവൻ അവിടെ പോയിട്ടുണ്ടായിരിക്കണം, ഹി മസ്റ്റ് ഹാവ് ഗോൺ ദെയർ. എന്നാൽ അവൾ എൻ്റെ പുസ്തകങ്ങൾ എടുത്തിരിക്കണം, അവൾ ഷിയാണ്. എടുത്തിരിക്കണം എന്ന് പറയുമ്പം പുസ്തകങ്ങൾ എടുത്തിരിക്കണം, എടുത്തിട്ടുണ്ടാകും എന്ന് പറയാണ്, ഉറപ്പ് പറയാണ്. ഉറപ്പെന്ന് വെച്ചാൽ 90% ഉറപ്പ് പറയാണ്. മസ്റ്റ് ഹാവ് ടേക്കൺ ആണ്. ഷീ മസ്റ്റ് ഹാവ് ടേക്കൺ എൻ്റെ ബുക്കുകൾ, മൈ ബുക്സ്. ഓക്കെ, ഷീ മസ്റ്റ് ഹാവ് ടേക്കൺ മൈ ബുക്സ്. അപ്പം ഇവിടെ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിന് മസ്റ്റ് ഹാവ് ഹാഡ് അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് ഈറ്റൺ ആണ്. ദേ മസ്റ്റ് ഹാവ് ഹാഡ് ദെയർ ഫുഡ്, അവരുടെ ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ആ കാര്യത്തെ സാഹചര്യ തെളിവുകൾ മുൻനിർത്തി കൊണ്ടുകൊണ്ട് 90% അല്ലെങ്കിൽ 99% ഷുവർട്ടി പറയുകയാണെങ്കിൽ അതിന് നമുക്ക് മസ്റ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. ആരോ മുറി പൂട്ടിയിട്ടുണ്ടായിരിക്കണം. ഇപ്പം പൂട്ടിയിട്ടുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ മസ്റ്റ് ഹാവ് ലോക്ക്ഡ് ആണ്. ആരോ, സംബടി, എവിടെ പൂട്ടിയിട്ടുണ്ട്? ദ റൂം. സംബടി മസ്റ്റ് ഹാവ് ലോക്ക്ഡ് ദ റൂം. ഓക്കെ, പൂട്ടിയിട്ടുണ്ടായിരിക്കണം. ഇനി അവൾ പുറത്ത് പോയിട്ടുണ്ടായിരിക്കണം, ഷീ പുറത്ത് പോയിട്ടുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? മസ്റ്റ് ഹാവ് ഗോൺ. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്. അപ്പോൾ അത് മനസ്സിലായി കാണുമല്ലോ. അതായത് ഏതെങ്കിലും ഒരു കാര്യം ഏകദേശം അതുണ്ടായിരിക്കണം, നടന്നിട്ടുണ്ടാകണം എന്ന് പറയാനായി നമുക്ക് മസ്റ്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ടായിരിക്കണം. മസ്റ്റ് ഹാവ് സ്റ്റഡീഡ്. അപ്പം അവർ പഠിച്ചിട്ടുണ്ടായിരിക്കണം, ദേ മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ദേ മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. അപ്പം ഇതിൻ്റെ ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ മസ്റ്റിനും ഹാവിനും ഇടയ്ക്ക് ഒരു നോട്ട് ആഡ് ചെയ്യുമ്പം ചെയ്തിട്ടുണ്ടായിരിക്കില്ല എന്നാകും. ഓക്കെ, അപ്പം ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, ഇതുപോലെ ഏത് സബ്ജക്റ്റ് വന്നാലും അതിനോടൊപ്പം മസ്റ്റ് ഹാവ് പ്ലസ് V3 ആഡ് ചെയ്താൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കണം, പോയിട്ടുണ്ടായിരിക്കണം, വന്നിട്ടുണ്ടായിരിക്കണം എന്നാകും. അപ്പോൾ ഇത് നന്നായി മനസ്സിലാക്കുക. അവൻ മിക്കവാറും അവിടെ പോയിട്ടുണ്ടായിരിക്കണം, ഹി മസ്റ്റ് ഹാവ് ഗോൺ ദെയർ, അത് നമ്മൾ പറഞ്ഞു. എന്നാൽ അവൻ മിക്കവാറും അവിടെ പോയിട്ടില്ലായിരിക്കണം,
നമ്മൾ പറയാറുണ്ട്, ഓ അവനവിടെ പോയി കാണത്തില്ല എന്ന് പറയില്ലേ. അപ്പം അവനോട് മിക്കവാറും പോയി കാണത്തില്ല എന്ന് പറയുമ്പം ഹി മസ്റ്റ് നോട്ട് ഹാവ് ഗോൺ ദെയർ. ഹി മസ്റ്റ് നോട്ട് ഹാവ് ഗോൺ ദെയർ. അവൾ എൻ്റെ പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കാം. ഷീ മസ്റ്റ് ഹാവ് ടേക്കൺ മൈ ബുക്സ്. അത് നമ്മൾ പറഞ്ഞല്ലോ. എന്നാൽ അവൾ എൻ്റെ പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ടായിരിക്കില്ല എന്നാണെങ്കിലോ, ഷീ മസ്റ്റ് നോട്ട് ഹാവ് ടേക്കൺ മൈ ബുക്സ്. ഓക്കെ, അത് മനസ്സിലായിരിക്കുമല്ലോ. ഇനി അവർ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരിക്കണം. പോയിട്ടുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ മസ്റ്റ് ഹാവ് ഗോൺ ആണ്. അവർ ദേ മസ്റ്റ് ഹാവ് ഗോൺ ടു ദ ചർച്ച്. ദേ മസ്റ്റ് ഹാവ് ഗോൺ ടു ദ ചർച്ച്. ഇത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ടിപ്സുകളാണ്, ശൈലി ബേസ്ഡുള്ള ടിപ്സുകളാണ്. പോയിട്ടുണ്ടായിരിക്കണം, വന്നിട്ടുണ്ടായിരിക്കണം എന്ന് പറയുമ്പോൾ അവിടെ മസ്റ്റ് ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യുന്നു. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു സാഹചര്യക തെളിവുകളിൽ ഊന്നിക്കൊണ്ട് യുക്തിപരമായിട്ട് അതിനെ നിഗമനം നടത്തുമ്പോഴാണ് മസ്റ്റ് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കൂ, അവൾ വീട്ടിൽ പോയിരുന്നിരിക്കണം. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഹോം. ഷീ മസ്റ്റ് ഹാവ് ഗോൺ ഹോം. ആരെങ്കിലും അവിടെ കൂവൽ, ഇപ്പോൾ എവിടെയെങ്കിലും ഒരു അപകടം നടന്നു, ആരെങ്കിലും മരിച്ചിട്ടുണ്ടായിരിക്കണം. എന്ത് പറയും? സംബഡി. ആരെങ്കിലും. സംബഡി മസ്റ്റ് ഹാവ് ഡൈഡ്. സംബഡി മസ്റ്റ് ഹാവ് ഡൈഡ്. അപ്പോൾ ഈ രീതിയിലുള്ള വളരെ ശൈലി ബേസ് ചെയ്തിട്ടുള്ള വളരെ എളുപ്പത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ലഭ്യമാണ്. ആ ക്ലാസ്സുകളുമായി ബന്ധപ്പെടേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ ഈ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഈ എക്സർസൈസുകൾ, അവസാനം കൊടുത്തിരിക്കുന്ന എക്സർസൈസുകൾ കമൻറ്റുകളായി ടൈപ്പ് ചെയ്യുകയും ചെയ്യുക. ഇതിൽ എക്സസൈസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അവൻ ചെന്നൈക്ക് പോയിട്ടുണ്ടായിരിക്കണം. അവൻ ചെന്നൈക്ക് പോയിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആരോ ഇവിടെ വന്നിട്ടുണ്ടാകാം. ആരോ ഇവിടെ വന്നിട്ടുണ്ടാകാം. അവർ കത്തുകൾ അയച്ചിരുന്നിരിക്കണം. അവർ കത്തുകൾ അയച്ചിരുന്നിരിക്കണം. ഫോർത്ത് ക്വസ്റ്റ്യൻ, അയാളുടെ കയ്യിൽ താക്കോലില്ല. അയാൾക്കത് നഷ്ടപ്പെട്ടിരിക്കാം. അയാളുടെ കയ്യിൽ താക്കോലില്ല. അയാൾക്കത് നഷ്ടപ്പെട്ടിരിക്കാം. അവളെ ഇവിടെയെങ്ങും കാണാനില്ല. അവൾ പുറത്തു പോയിരിക്കാം. അവളെ ഇവിടെയെങ്ങും കാണാനില്ല. അവൾ പുറത്തു പോയിരിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് പറയാൻ വേണ്ടി നമുക്ക് മസ്റ്റ് ഹാവ് പ്ലസ് V3 യൂസ് ചെയ്യാം. അപ്പം ഇത് വെച്ചിട്ടുള്ള, അപ്പം അതിനകത്ത് നോട്ട് ആഡ് ചെയ്താൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ല എന്ന് തീർത്ത് പറയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെയുള്ള ക്ലാസ്സുകൾക്കായി എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുക. ഒപ്പം തന്നെ മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും എക്സസൈസുകളെല്ലാം കമൻറ്റ് ചെയ്യുകയും ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.